നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലമൊക്കെ വെളി വന്നിട്ടുണ്ടല്ലേ? അപ്പം UDF ഇങ്ങനെ വിജയക്കൊടി പാറച്ചു നിൽക്കുകയാണ്. എന്താണ് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം? ഇന്നിപ്പോൾ കേരളത്തിൽ ഒരു നല്ല ഭരണമെന്ന് പറയാനില്ല. ഇപ്പോൾ ഉള്ളത് മുഴുവൻ കൈയിട്ട് വാരലും അഴിമതിയും തോന്നിയവാസമാണ്. ഭരണമെന്ന് പറയാൻ പറ്റില്ല. അത് തന്നെ എൻ്റെ അഭിപ്രായം. അതുകൊണ്ടാണ് സ്വരാജിൻ്റെ അത് LDFന്റെ സിറ്റിംഗ് സീറ്റായിട്ട് പോലും സ്വരാജിന് വിജയിക്കാനായില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ പറയുന്ന പണ്ടേ നോക്കേണ്ട ആളായിരുന്നു. പുള്ളി രാഷ്ട്രീയമല്ല പുള്ളിയുടേത്. പുള്ളി ആരെങ്കിലും പറയണതിന് അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് വേറെ ആർക്കെങ്കിലും വേണ്ടി അവരെ സുഖിപ്പിക്കാൻ പറയുന്ന ഒരാളാണ് സ്വരാജ്. അതല്ലാതെ സ്വരാജിന് വ്യക്തിപരമായിട്ടൊരു ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലമൊക്കെ വന്നിരിക്കുകയാണ്. അപ്പം LDFന്റെ സിറ്റിംഗ് സീറ്റിൽ UDF ആണ് വിജയിച്ചത്. ഈ വിജയത്തെ പറ്റി എന്താ പറയാനുള്ളത്? ഇതേപ്പറ്റി UDF അവിടെ ജയിക്കും എന്നുള്ള കാര്യം ഡെഫിനറ്റ് അല്ലേ? അതായത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ അതിനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. LDFന്റെ സിറ്റിംഗ് സീറ്റ് ആയിട്ട് പോലും അവിടെ UDFന് ഒരു വിജയം. LDFന്റെ ഭരണം അതുപോലെയല്ലേ ഇവിടെ കേരളത്തിൽ നടക്കുന്നത്. UDF ജയിക്കും എന്നുള്ള കാര്യം ഉറപ്പായിട്ട് തീരുമാനിച്ചിരുന്ന കാര്യമാണ്. അതിന് മാറ്റമൊന്നുമില്ല. ഈ വിജയ സൂചനയൊക്കെ തരുന്നത് ഇനിയിപ്പോൾ പിണറായി സർക്കാരിന് ഒരു മൂന്നാം ഭരണം ഉണ്ടാകില്ല എന്ന് തന്നെയാണ്. ഉണ്ടാവില്ല. ഒരു കാരണവശാലും ഉണ്ടാവില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലമൊക്കെ വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ UDF നിലമ്പൂരിൽ അങ്ങ് കൊട്ടിക്കേറി നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ വിജയത്തെ പറ്റി പറയാനുള്ളത്? ഭരിക്കുന്ന ഗവൺമെൻറ്റിനൊരു മുന്നറിയിപ്പും കൂടിയാണിത്. LDFന്റെ സിറ്റിംഗ് സീറ്റാണല്ലോ നിലമ്പൂർ. എന്നിട്ട് പോലും പറ്റില്ല, സിറ്റിംഗ് സീറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ സിറ്റിംഗ് എന്ന് പറഞ്ഞാലും PV അൻവർ UDFൽ നിന്നും ജയിച്ചിട്ടുണ്ട്, ഇടതിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഇടതിൽ നിന്നപ്പോഴാണ് അത് കിട്ടിയത്. ഈ തെരഞ്ഞെടുപ്പ് അവരുടെ ഭരണത്തിനെതിരെയുള്ള ഒരു വികാരം ഉണ്ടെന്നുള്ള തെളിവാണല്ലോ. ഇപ്പോൾ സുരാജിൻ്റെ സ്വന്തം തട്ടകം എന്ന് പറയുന്ന പുള്ളി രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ച സ്ഥലമാണ്. പുള്ളിയുടെ ബൂത്തിൽ പുള്ളിക്ക് 40 വോട്ട് കുറവായിരുന്നു എന്ന് പറയണത്. അപ്പോൾ ആ നാടിനെ സംബന്ധിച്ച് സുരാജിന് അത്ര പ്രാധാന്യമില്ല എന്നുള്ള തെളിവാണത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലമൊക്കെ വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ UDFന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ വിജയിക്കുകയും ചെയ്തു. അപ്പോൾ എന്താണ് ഈ വിജയത്തോട് പ്രതികരിക്കാനുള്ളത്? വിജയത്തോട് പ്രതികരിക്കാൻ കാരണം 10 വർഷക്കാലമായിട്ട് അവിടെ LDFന്റെ സ്ഥാനാർത്ഥിയായിരുന്ന അൻവറാണ് ജയിച്ചുകൊണ്ടിരുന്നത്. ആ അൻവർ വേറെ മാറി ഒറ്റക്ക് മത്സരിക്കുക. അപ്പോൾ LDFന്റെ വോട്ട് കൂടെ അൻവറിന് 19,000 ചില വോട്ട് അൻവറിന് കിട്ടേണ്ട ഫലമായിട്ടാണ് സ്വരാജിന് പരാജയപ്പെടേണ്ടി വന്നത്. അങ്ങനെയാണ്. അപ്പോൾ സ്വരാജിൻ്റെ മണ്ഡലമായിട്ട് കൂടി LDFന്റെ സിറ്റിംഗ് സീറ്റ് കൂടിയാണെന്ന് ആലോചിക്കും. സിറ്റിംഗ് സീറ്റാണെങ്കിലും അൻവറിൻ്റെ സ്വാധീനമുണ്ട്. 10 വർഷത്തോളം അൻവർ അവിടെ സ്ഥാനാർത്ഥിയാണ്, MLA. അപ്പോൾ അൻവറിൻ്റെ സ്വാധീനത്തിൻ്റെ ഫലമായിട്ടാണ് അൻവറിന് അത്ര വോട്ട് പിടിക്കാൻ കഴിഞ്ഞത്. അത് LDFന്റെ പകുതി വോട്ടെങ്കിലും LDFൻ്റേതായിട്ട് വരും. അതുകൊണ്ടാണ് അവിടെ വിജയിക്കാനുള്ള സാധ്യത വന്നിട്ടുള്ളത്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഫലമൊക്കെ വന്നു. അപ്പോൾ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുകയും ചെയ്തു. ഈ ജയത്തോട് എന്താ പറയാ പ്രതികരിക്കാനുള്ളത്? അഭിമാനമായിട്ട് ഞങ്ങൾ പറയാ ജയിക്കേണ്ട ആവശ്യമായിരുന്നു. ഒരു UDF സ്ഥാനാർത്ഥി അവിടെ ജയിക്കണമായിരുന്നു. ഒന്നാമത്തെ കാര്യം ഈ രാഷ്ട്രീയ പോര് എന്തിന്, ആരെ നന്നാക്കാൻ, എന്ത് നന്നാകാൻ, ജനങ്ങളെ നന്നാക്കാനാണോ ഈ രാഷ്ട്രീയ പോരുണ്ടാക്കുന്നത്? ഏത് പാർട്ടി രാഷ്ട്രീയത്തിൽ ഭരണഘടനയിൽ വന്നാലും ആ പാർട്ടി ജനങ്ങൾക്ക് വേണ്ടി സേവിക്കണം. അല്ലാതെ പാർട്ടി ഇതാണ് പല തൊഴിലാളികളും ഉൾപ്പെടെ മുതലാളിമാരും ഉൾപ്പെടെ എല്ലാ ജാതിക്കാരും സർവ്വകാല മനുഷ്യരും രാഷ്ട്രീയം ഇല്ലാത്തവരില്ല. ആ രാഷ്ട്രീയക്കാരുടെ തമ്മിൽ പോര് എന്തിന് പോര്? ഒരു കുടുംബത്തിൽ ഉണ്ട്, പല പാർട്ടിക്കാരുമുണ്ട്. അല്ല പിന്നെ കുടുംബത്തിൽ കലകം പോരെ? ഇത് ഒരിക്കലും ശരിയല്ല. അവിടെ ജയിക്കേണ്ടത് ആവശ്യമാണ്. എന്നുവെച്ചാൽ ഇന്നത്തെ സർക്കാരിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അതിൽ നിന്ന് ആരംഭിക്കുകയാണ്. അപ്പോൾ UDFന് കേരളം ഭരിച്ചാൽ ഇതെല്ലാം ശരിയാകുമെന്നാണോ എല്ലാം വിശ്വസിക്കുന്നത്? എല്ലാം ശരിയാകുമെന്ന് പറയാൻ പറ്റില്ല. അതെന്താണെന്നറിയാം, ഭരണകർത്താക്കളാണ് ഇതെല്ലാം ഈ ചക്രം ചവിട്ടുന്ന പോലെ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ രാഷ്ട്രീയം. അതൊരു നിലനിന്ന് പോകണമെങ്കിൽ എവിടെയെങ്കിലും ചവിട്ടി നിന്നിരിക്കണം. എന്നാൽ രാഷ്ട്രീയത്തിൻ്റെ അതും ഇതും എല്ലാം നന്നാവുകയുള്ളൂ, ജനങ്ങളും നന്നാവുകയുള്ളൂ. ജനങ്ങൾ തന്നെ ഇപ്പോൾ വെടിപൊട്ടുമ്പോൾ ഓടുന്ന പോലെയാണ് ഇപ്പോൾ ജനങ്ങൾ ഓടിക്കൊണ്ടിരിക്കണം. എന്തിനു വേണ്ടിയിട്ട്? ഈ രാഷ്ട്രീയക്കാർ അവിടെ ജയിച്ചില്ലെങ്കിൽ ഇവിടെ പോര്, ഇവിടെ ജയിച്ചില്ലെങ്കിൽ അവിടെ പോര്, ഇങ്ങനെ പോര് തമ്മിൽ ഇപ്പോൾ അടിച്ചിട്ട് എന്താ കാര്യം?